സി ടി സ്കാനിലേക്ക്. സി ടി സ്കാനിന്റെ കോസ്റ്റ സെറീന ആഡംബര കപ്പൽ വിശേഷങ്ങൾ തുടരുകയാണ്. ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് വീണ്ടും കടലിലേക്ക്, വീണ്ടും കോസ്റ്റ സെറീന കപ്പലിലേക്ക്. വിശേഷങ്ങളുണ്ട് ഒരുപാട് പറയാൻ, സഞ്ചാരികളുടെ പ്രതികരണങ്ങൾ, പിന്നെ മറക്കണ്ട സൂറയുടെ നൃത്യങ്ങൾ. ഒരിക്കൽ കൂടി സ്വാഗതം സി ടി സ്കാനിലേക്ക്. കോസ്റ്റ സെറീനയുടെ വില കൂടിയ ഔദാര്യത്തിന്മേൽ ഞങ്ങളുടെ ലക്ഷദ്വീപ് യാത്ര ഏതാനും മണിക്കൂറുകളിലേക്ക് പരിമിതപ്പെടുത്തിയിരുന്നു. പല സഞ്ചാരികളും ചെന്നിറങ്ങിയ അഗാത്തിയിലെ തീരങ്ങളിലും നേരിയ തിരമാലകളിലും യാനപാത്രങ്ങളിലും ദ്വീപിൻ്റെ പാനപാത്രങ്ങളിലുമായി മണിക്കൂറുകളെ ഹണിമൂണുകളാക്കിയിരുന്നു. എൻ്റെ നർത്തകി സൂറയെ നിങ്ങൾ മറന്നുവോ എന്തോ? എന്നാൽ അവളും കൂട്ടുകാരി ആളുടെയിലും കൂട്ടരുമാണ് ഈ അഗാത്തിയുടെ ആധിപത്യം ഏറ്റെടുത്തതെന്നും തോന്നും. അവരുടെ ആഘോഷ തിമിർപ്പുകൾ കണ്ടാൽ, അവരുടെ മൊബൈൽ ക്യാമറകളുടെ ഗർഭപാത്രങ്ങളിൽ സെൽഫികളും റീലുകളും ജന്മമെടുത്തുകൊണ്ടേയിരുന്നു. ഗോവൻ പ്രണയതീരങ്ങളെ ഓർമ്മിപ്പിക്കുമാറ് അഗാത്തിയിലെ തീരങ്ങൾ പ്രണയതീരങ്ങളാവുകയായിരുന്നു. സായിപ്പുമാരും മദാമ്മമാരും നാണത്താൽ നനഞ്ഞുകിടന്ന അഗാത്തി തീരങ്ങളെയും നേർത്ത തിരമാലകളെയും പിന്നെയും പിന്നെയും ലജ്ജിപ്പിച്ചുകൊണ്ടിരുന്നു. തീരങ്ങളിലെ തെങ്ങിൻ തലപ്പുകൾ അതൊക്കെ കണ്ടുകണ്ട് നയനഭോഗാവസ്ഥയിൽ മോഹാലസ്യപ്പെട്ടിരുന്നു. അഗാത്തിയിലെ യാനപാത്രങ്ങൾ അത്രയും, പിന്നെ തീരത്തെ ശയ്യാതലങ്ങളും സഞ്ചാരികളുടെ തുറന്നുവെച്ച രതിയുടെ അന്തഃപുരങ്ങൾ. കപ്പലിൽ ചെന്നെത്താനുള്ള മണികൾ മുഴങ്ങി. സഞ്ചാരികൾ കുഞ്ഞു കുഞ്ഞു കൂട്ടമായി കപ്പലിലേക്ക് ചേക്കേറി. അവിടെ അപ്പോഴും 4 മണി ചായയും കാപ്പിയും പലഹാരങ്ങളും സഞ്ചാരികളെ കാത്തുകിടന്നിരുന്നു. അഗാത്തിയിലെ ഇളനീരിൽ വിശപ്പ് വറ്റിച്ച സഞ്ചാരികൾ അതൊക്കെ ആർത്തിയോടെ അകത്താക്കി. കുട്ടികൾ അപ്പോഴും നിർഭയരായി കടലും നോക്കി പലതും പലതും നുണഞ്ഞുകൊണ്ടേയിരുന്നു. കോസ്റ്റയിലെ അത്യന്താധുനിക കൊട്ടകങ്ങൾ ഒരിക്കലും കെട്ടുപോകാത്ത നിറമാലകളിൽ ആറാടിക്കൊണ്ടിരുന്നു. അവിടെ ചലച്ചിത്രങ്ങളും പാട്ടും കൂത്തും ആട്ടവും മാറിമറഞ്ഞ ചലന ദൃശ്യങ്ങളായി. കൊട്ടകങ്ങളോട് ചേർന്നൊഴുകിയ പാനശാലകളിൽ ലഹരി പതഞ്ഞൊഴുകി. ആ ലഹരി മുത്തിച്ചുവപ്പിച്ച ചുണ്ടുകളുമായി സഞ്ചാരികൾ കോസ്റ്റ സെറീനയെ ഏതോ ആനന്ദത്തിൽ മയക്കിക്കിടത്തി. കപ്പൽ ആരുമറിയാതെ പിന്നെയും പിന്നെയും ഒഴുകാൻ തുടങ്ങി. ഞാൻ എൻ്റെ ക്യാമറകളുമായി ആ കപ്പലിലെ കുസൃതിയുള്ള ഒളിഞ്ഞു നോട്ടക്കാരനായി ആരുമറിയാതെ ഇഴഞ്ഞു നടന്നു. അപ്പോഴാണ് ഈ മുംബൈ സുമുഖ സഞ്ചാരിയെ കണ്ടുമുട്ടിയത്. അവനോടൊപ്പം അവൻ്റെ പെൺകിടാവും ഉണ്ടായിരുന്നു. അവർ ഒരു ക്യാമറാമാനെ കാത്തുകിടക്കുകയായിരുന്നു. അപ്പോൾ ആ കപ്പലിൻ്റെ ആരും കാണാത്ത 11ാം നിലയിലെ ഡക്കിൽ അവരുടെ സ്വകാര്യതയുടെ സുതാര്യ ദൃശ്യങ്ങൾ അത്രയും ഞാൻ അവരുടെ ക്യാമറകളിൽ പകർത്തിക്കൊടുത്തു. അതിനുള്ള പാരിതോഷികമായാണ് അവൻ്റെ കോസ്റ്റ സെറീനയെക്കുറിച്ചുള്ള ഈ മൊഴിയടയാളങ്ങൾ. Definitely worth it. If you like jacuzzi, you can go there. Swimming is amazing, and it's also good for kids and elderly. So any age group wouldn't find any problem in any kind of situation. So, guys, whenever you get a chance or any opportunity.
opportunity, come by, stop over here, visit up here. It'll be amazing, guys. And we are from Kazakhstan. For me and for my niece, it is the first cruise. What we enjoyed the sea. പിന്നെയും കോസ്റ്റാ സെറീനയെ അളന്നെടുത്തപ്പോഴാണ് കപ്പലിൻ്റെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഈ കസാക്കിസ്ഥാനി പെൺകുട്ടികളെ കണ്ടുമുട്ടിയത്. It was the first സൂറയും time we are visiting ആൾഡയിലും. India. Firstly, I like the people here, the personnel, the service. As I understood, not many people were in the first days. It seemed to me that we had more staff rather than passengers. And for us, of course, it was a benefit because we were well served. So the people, I think, they are very kind, very attentive. They know even in restaurant, in the dinner, when you came the second, the third day, they know exactly where you should sit. Yeah, they come to the table and they just move in the table where the table with your seat. And for example, in our team, we were sitting in the table with 16 places. And the personnel, they know the exact place of each person. Yeah. And also they know our preferences, what we like, so they pay attention what we eat. For example, on the first day, they noticed that we do not like spicy food. So Kazakh people, most of them, they do not do not eat spicy food. In Kazakhstan, we are not using spicy ingredients of our menu, of our kitchen. But in India, I just look. ക്യാമറ കണ്ടതും ഈ പെൺകുട്ടികൾ എന്നോട് കസാക്കിസ്ഥാനി കാര്യവിചാരങ്ങൾ പറയാൻ തുടങ്ങി. എൻ്റെ ചോദ്യങ്ങളെക്കാൾ കൂടുതലായിരുന്നു ഈ പെൺകുട്ടികളുടെ ഉത്തരങ്ങൾ. അന്നോളം എനിക്ക് പരിചയമില്ലാത്ത കസാക്കിസ്ഥാനിലെ ഓരോ മുക്കും മൂലയും എനിക്ക് ഈ പെൺകുട്ടികൾ കാണിച്ചു തന്നു. കസാക്കിൻ്റെ ഭൂമിശാസ്ത്രവും നരവംശാസ്ത്രവും സംസ്കാരവും കലയും സാഹിത്യവും വിശ്വാസ പ്രമാണങ്ങളും ഈ പെൺകുട്ടികൾ എൻ്റെ മുന്നിൽ തുറന്നു വെച്ചു. ഇതൊക്കെ ആരോടെങ്കിലും പറയാനാവാതെ അവർ വീർപ്പുമുട്ടുകയായിരുന്നു എന്ന് വേണം പറയാൻ. അവർ പ്രധാനമായും പറഞ്ഞതും അതുതന്നെ. Rice. You eat rice? Yes. Yellow rice, spicy rice, yes. Which is the most tastier food that you have from this cruise? The most tasty. Что тебе больше всего понравилось? I like Chinese restaurants. In 5 floor have Chinese restaurants. We are going yesterday with my aunt, and we eat sushi, sashimi, sushi, very good. I liked people, so they are different from our country. They are not stressed. They are less stressed than in our country. In your country? In India, people are less stressed than in കസാക്കിസ്ഥാനിൽ അവർ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലാണെന്ന് പറയുന്നു. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു ഭൂസ്ഥലിയിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദമുള്ളതായി ഈ പെൺകുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടുകൂടിയാണ് അത്രേ അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ ഇന്ത്യയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ സമാധാനമുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളില്ല. അവർ ഇന്ത്യയിൽ സമാധാനം അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. അവരുടേത് മാത്രമായിരുന്ന മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് അവർ വിമോചിതരാകുന്നു. അവർ ഇന്ത്യയുടെ ധ്യാന വഴികളും യോഗാഭ്യാസങ്ങളും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഈ ഭാരതീയ വഴികളൊന്നും കസാക്കിസ്ഥാനിൽ അവർക്ക് തുറന്നു കിട്ടുന്നില്ലെന്ന് ഈ പെൺകുട്ടികൾ പരാതിപ്പെടുന്നു. ഈ പെൺകുട്ടികളിലൂടെ എനിക്ക് എൻ്റെ ഭാരതത്തിൽ അഭിമാനം കൊള്ളുന്നതിനും ആദരം പുലർത്തുന്നതിനും ഒരവസരം കൂടി ഉണ്ടായി. ഒരു വേള ഞാൻ എൻ്റെ ഭാരതത്തെ അഭിമാനിക്കാതെ പോയോ എന്ന കുറ്റബോധമുണ്ടായി. നാം എത്രത്തോളം നമ്മുടെ ഭാരതത്തെ അറിയുന്നില്ലെന്നതും ഈ പെൺകുട്ടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവർക്ക് കുറച്ചുകൂടി ഇന്ത്യയെ പകർന്നു കൊടുത്തു. ഞാൻ അവരെ വീണ്ടും വീണ്ടും ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തു.
എപ്പോഴോ അവരെനിക്ക് സഹോദരിമാരായി. അവർ ഇന്ത്യക്കാരാവുകയായിരുന്നു. അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ത്യയുടെ ശാന്ത സമുദ്രോപരിതലങ്ങളിൽ എവിടെയോ ഉടഞ്ഞില്ലാതായി. Non-vegetarian. We are not vegetarian. Yeah, mostly we are not. Yeah. Maybe some of us. And even when some people try to be vegetarian, it will take for them maybe 2-3 years, and then they become again non-vegetarian. What sort of belief you have in your country? I mean, any sort of religion or sort of God, belief in God? What community, Christian community, or what you believe there? Your faith? We are believe in Allah. Allah. Most Yes, of us are most of Muslims. we are Muslim. Islam. Yes, Islam. Most of the population in Kazakhstan is a Muslim population. It is a multinational country. We Of? have, in addition to Kazakh people, we have Russians, we have Ukrainians, Germans. So I think around 100 nations we have. Okay. Lots of nations. I have little knowledge about your country actually. That is what. Certainly, one day I will visit your country. Yes, Sagat is very big and very have beautiful palms. I like it, and not tasty kokos. Kokos is not not sweet. ആൾഡേൽ മനസ്സു തുറന്നു ചിരിച്ചു. But Agat is very beautiful, very comfortable for meditation, for practice. Yes, and we are listening about Agat. Just they have good diving. അവൾക്ക് കസാക്ക് നൃത്തവും ഭാരതീയ നൃത്തവും അറിയാം. സൂറ എല്ലാം മറന്ന് എൻ്റെ മുൻപിൽ നൃത്തം വെച്ചു. ഞാൻ പറയാതെ ആവശ്യപ്പെടാതെ സൂറ എൻ്റെ മുൻപിൽ കസാക്ക് നൃത്തമാടി. കസാക്കിസ്ഥാൻ സംഗീതജ്ഞനായ ഈവ്ജനി ബസ്കിലോസ്കിയുടെ സിംഫണിയിൽ അവൾ ലാസ്യവതിയായി. സർഗത്തിലെ ജയപ്രദയുടെ നൃത്തച്ചുവടുകളെ അവൾ ആവാഹിച്ചെടുത്തു. അവൾ എൻ്റെ മുന്നിൽ സർഗത്തിലെ ജയപ്രദയായി ഉലഞ്ഞാടി. ലക്ഷ്മികാന്ത് പ്യാരേലാലിൻ്റെ സംഗീതത്തിൽ അവൾ ഇന്ത്യക്കാരിയായി. डफली वाले डफली बजा डफली वाले डफली बजा मेरे घुंघरू बुलाते हैं हाँ मैं नाचूं तू नचा സിറ്റി സ്കാനിന്റെ കോസ്റ്റ സെറീന ആഡംബര കപ്പൽ വിശേഷങ്ങളുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.